നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക വ്യാഴാഴ്ച മുതൽ സ്വീകരിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ഉം പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ 8-ഉമാണ്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ ചൂടുയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂരിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ചരിത്ര തീരുമാനത്തിലേക്ക് കലാമണ്ഡലം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. വെള്ളിക്കുളങ്ങര കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3 പേർക്കെതിരെ കാപ്പ ചുമത്തി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ 4 വരെ സ്വീകരിക്കുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡപ്രകാരം പൊതു അവധി ദിനങ്ങളായ മാർച്ച് 29, 31, ഏപ്രിൽ 1 എന്നീ ദിവസങ്ങൾ ഒഴികെ പത്രിക നൽകാം. രാവിലെ 11 മുതൽ ഉച്ച കഴിഞ്ഞ് 3 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. പത്രികകൾ ജില്ലാ വരണാധികാരിക്കോ പ്രത്യേകം ചുമതല നൽകിയിട്ടുള്ള സഹവരണാധികാരിയായ തൃശൂർ സബ് കളക്ടർക്കോ സമർപ്പിക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 4 സെറ്റ് പത്രികകൾ വരെ നൽകാം. നാമനിർദ്ദേശ പത്രികയും അനുബന്ധ ഫോമുകളും വരണാധികാരിയുടെ ഓഫീസിൽ ലഭിക്കും. പത്രിക സമർപ്പിക്കുന്ന ദിവസത്തിന് മുൻപായി തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി സ്ഥാനാർത്ഥികൾ പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് തുറക്കണം. ഇതിലൂടെ മാത്രമേ ഇലക്ഷൻ ചെലവ് നടത്താവൂ. ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ലഭ്യമാക്കണം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ഉം പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ 8-ഉമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ രൂപീകരിച്ച ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ഇതുവരെ പൊതു ഇടങ്ങളിൽ നിന്നായി 1,48,880 പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ പ്രധാനമായും നീക്കം ചെയ്യുന്നത് ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകളാണ്. കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ ഉടമകളുടെ അനുമതിയില്ലാതെ പതിക്കുന്ന പ്രചരണ സാമഗ്രികളും പരാതിയുടെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യും. 13 നിയോജക മണ്ഡലങ്ങളിലായി 2 വീതം ആകെ 26 ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ പതിച്ച സാമഗ്രികളാണ് നീക്കിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്ന C-വിജിൽ ആപ്പ് വഴി ഇതുവരെ ലഭിച്ചത് 1914 പരാതികൾ. ഇതിൽ 1906 പരാതികൾ പരിഹരിച്ചു. പൊതു ഇടങ്ങളിൽ പോസ്റ്ററുകൾ, ബാനറുകൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ച് പ്രചരണം നടത്തിയത് സംബന്ധിച്ചാണ് കൂടുതൽ പരാതികളും ലഭിച്ചിട്ടുള്ളത്. പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ C-വിജിൽ ആപ്ലിക്കേഷൻ മുഖേന ഫോട്ടോ, വീഡിയോ എടുത്ത് 5 മിനിറ്റിനകം അപ്ലോഡ് ചെയ്ത് പരാതി നൽകാം. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, കൊല്ലം, പാലക്കാട്, പത്തനംതിട്ട, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. മാർച്ച് 31 വരെ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചരിത്ര തീരുമാനത്തിലേക്ക് കേരള കലാമണ്ഡലം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. ബുധനാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്. ലിംഗഭേദമന്യേ കലാമണ്ഡലത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു. വിഷയത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനമുണ്ടായത്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിങ്ങിലും കോഴ്സുകൾ ആരംഭിക്കും.
കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി തീരുമാനിക്കുക. കഥകളിയിൽ വനിതാ പ്രവേശം നേരത്തെ നടപ്പാക്കിയ കലാമണ്ഡലം പക്ഷേ മോഹിനിയാട്ട കളരിയുടെ വാതിൽ ആൺകുട്ടികൾക്ക് തുറന്നിട്ടില്ല. സത്യഭാമ ജൂനിയറിൻ്റെ ജാത്യ ലിംഗാധിക്ഷേപത്തിന് ശേഷം വിദ്യാർത്ഥി യൂണിയന്റെ മുൻകൈയിൽ RLV രാമകൃഷ്ണന് കൂത്തമ്പലത്തിൽ വേദിയൊരുക്കിയിരുന്നു. പിന്നാലെയായിരുന്നു ബുധനാഴ്ച ചേർന്ന ഭരണസമിതിയിൽ കലാമണ്ഡലം സമ്പൂർണ്ണ ജനറൽ ന്യൂട്രൽ ഇടമാക്കാനുള്ള തീരുമാനമെടുത്തത്. അടുത്ത അഡ്മിഷൻ മുതൽ മോഹിനിയാട്ടത്തിന് ആൺകുട്ടികളെ പ്രവേശിപ്പിക്കും. വെള്ളിക്കുളങ്ങര കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3 പേർക്കെതിരെ കാപ്പ ചുമത്തി. കൊടകര സ്റ്റേഷൻ പരിധിയിലെ നെല്ലായി ആലത്തൂർ സ്വദേശി പേരാട്ട് വീട്ടിൽ 22 വയസ്സുള്ള ഉജ്ജ്വൽ, പഴമ്പിള്ളി ഇരിങ്ങപ്പള്ളി 35 വയസ്സുള്ള രമേശ്, വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ കുറ്റിച്ചിറ കാരാപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ ധനിൽ എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. ഉജ്ജ്വൽ 2 വധക്കേസുകൾ ഉൾപ്പെടെ 7ഓളം കേസുകളിലും, രമേശ് 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 8ഓളം കേസുകളിലും, ധനിൽ ദേഹോപദ്രവം, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ 6ഓളം കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നതിനെ തുടർന്നാണ് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം 6 മാസത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊടകര പോലീസ് ഇൻസ്പെക്ടർ റഫീഖ്, വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ സുജാതൻ പിള്ള, കൊടകര അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജ്യോതിലക്ഷ്മി, വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ സീനിയർ CPO ഡേവിസ്, രാജേഷ് ചന്ദ്രൻ എന്നിവർ കാപ്പ ചുമത്തിനും ഉത്തരവുകൾ നടപ്പാക്കുന്നതിനും നേതൃത്വം നൽകി. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിവിധ വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം എന്നിവ ഉണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രത്തിൽ മെയ് 12 മുതൽ 19 വരെ ഭാഗവതം സപ്താഹം നടക്കും. ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ വെള്ളിക്കുളങ്ങര 3 മുറി ഷോപ്പുകളിൽ അവിശ്വസനീയമായ ഡിസ്കൗണ്ടുകളുമായി 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഓഫർ മേള ആരംഭിച്ചിരിക്കുന്നു. എല്ലാ വിശേഷാവസരങ്ങളിലും സാധാരണക്കാരന്റെ ബജറ്റിനിണങ്ങിയ ഓഫറുകളുമായാണ് ഹോം എക്സ്പ്രസ് എത്താറുള്ളത്. വർഷങ്ങളായി തുടരുന്ന ഈ ഓഫർ പൂരം ഈസ്റ്റർ ആഘോഷവേളയിലും ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ഹോം എക്സ്പ്രസിന്റെ ഈസ്റ്റർ ആൻഡ് ഇയർ എൻഡ് സെയിൽ. സബോള കിലോയ്ക്ക് 26 രൂപ 50 പൈസ, തക്കാളി 25 രൂപ 50 പൈസ, ഉരുളക്കിഴങ്ങ് 36 രൂപ 50 പൈസ, വെളിച്ചെണ്ണ 129 രൂപ, അരി 39 രൂപ, പഞ്ചസാര, ബിരിയാണി അരി 69 രൂപ എന്നിങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭ്യമാക്കുന്നു. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് 60% ഡിസ്കൗണ്ട്. മാർച്ച് 30 വരെയാണ് ഓഫറുകൾ നൽകുന്നത്. രാവിലെ 11 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഈ വർഷത്തെ ഈസ്റ്റർ ആൻഡ് ഇയർ എൻഡ് സെയിൽ ഹോം എക്സ്പ്രസിനോടൊപ്പം ആഘോഷിക്കൂ. ഫോൺ 9072 48 8891 9995 85 4891. 20 ഫാർമേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ ചെട്ടിച്ചാലിൽ കൃഷി ചെയ്ത കണിവെള്ളരി വിളവെടുത്തു. 20 ഫാർമേഴ്സ് ചെയർമാനും റിട്ടയർഡ് കൃഷി ജോയിന്റ് ഡയറക്ടറുമായ TP ബൈജു, മറ്റത്തൂർ കൃഷി ഓഫീസർ MP ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ അസിസ്റ്റന്റ് മാനേജർ KU ബബിത, മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CV ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് വിപിൻ, രാജൻ പനങ്കൂട്ടത്തിൽ, ഷൈനി ബാബു, 20 ഫാമേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ മുപ്ലിയം ICCS പോളിടെക്നിക് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമമുറി യാത്രക്കാർക്കായി തുറന്നു നൽകി. സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വിശ്രമമുറിയിൽ മനോഹരങ്ങളായ ചുവർചിത്രങ്ങളും മുലയൂട്ടുന്നതിനായി ഫീഡിംഗ് റൂമും ഒരുക്കിയിട്ടുണ്ട്. ചെറുവാൾ സ്കൂളിൽ ക്യാമ്പ് ചെയ്താണ് NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിശ്രമമുറിയിൽ പെയിന്റിംഗ് അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ, സെക്രട്ടറി അരുൺ ലോകിതാഷൻ, സ്റ്റേഷൻ മാസ്റ്റർമാരായ സ്റ്റെഫി പൈലി, K ജിൻസി, MP അമ്പിളി, ICS NSS പ്രോഗ്രാം ഓഫീസർ KS ശരത് കുമാർ, അധ്യാപകരായ അതുൽ അശോക്, VV ഷിമ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് NSS വിദ്യാർത്ഥികൾ നൽകുന്ന സംഭാവന വലുതാണെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി പറഞ്ഞു.
JCI ട്രിച്ചൂർ ഗ്രീൻ സിറ്റിയുടെ ലേഡി വിങ്ങിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ നിയന്ത്രിക്കുന്ന ജീവനക്കാരായ 4 വനിതകളെ ആദരിച്ചു. സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി, സ്റ്റേഷൻ മാസ്റ്റർമാരായ KO ബിൻസി, MP അമ്പിളി, സ്റ്റെഫി പൈലി എന്നിവരെയാണ് ആദരിച്ചത്. ലേഡി JC ചെയർപേഴ്സൺ എൽസ ജിൻഡോ അധ്യക്ഷയായിരുന്നു. സ്റ്റൈസി ജിജോ, മേരിയാൻ ജോസാൻഡോ, ക്രിസ്റ്റീന ജോമി, ഷീന സതീശൻ, പ്രിൻസി ജോബി, ഹെലേന ലിൻഡോ, റോസ്ലിൻ റിജോ, നികിത സിജോ എന്നിവർ പ്രസംഗിച്ചു. JCI ട്രിച്ചൂർ ഗ്രീൻ സിറ്റി ലേഡി വിംഗ് JCI ഇരിഞ്ഞാലക്കുടയുമായി സഹകരിച്ച് ഡ്രസ് ബാങ്കിലേക്ക് വസ്ത്രങ്ങൾ നൽകി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വസ്ത്രങ്ങൾ സ്വീകരിച്ചു. ലേഡി JC ചെയർപേഴ്സൺ എൽസ ജിൻഡോ അധ്യക്ഷയായിരുന്നു. ഹെലന ലിൻഡോ, ഷീന സതീശൻ, റോസ്ലിൻ റിജോ എന്നിവർ പ്രസംഗിച്ചു. ഉപയോഗിച്ചതും പുതിയതുമായ വസ്ത്രങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന സ്ഥിരം സംവിധാനമാണ് ഡ്രസ് ബാങ്ക്. പറവകൾക്കൊരു പാനപാത്രം പദ്ധതിയുമായി മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC അംഗങ്ങൾ. വേനൽ ചൂടിൽ വലയുന്ന പക്ഷികൾക്ക് ദാഹജലം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണിത്. പറവകൾക്കൊരു പാനപാത്രം പദ്ധതി PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക MV ഉഷ, സീനിയർ അധ്യാപിക അമൃത പ്രിയ എന്നിവർ പ്രസംഗിച്ചു. സ്നേഹനിധി പദ്ധതിയുടെ ഭാഗമായി സമാഹരിച്ച തുകയും കൈമാറി. ആനന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. വൈകിട്ട് 8:30 ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. ഉത്സവ ദിവസങ്ങളിൽ അഭിഷേകം, ഉഷപൂജ, എതിർത്ത് പൂജ, കലശാഭിഷേകം, മുളപൂജ, ശ്രീഭൂതബലി, ശീവേലി, അത്താഴപൂജ, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ കലാപരിപാടികളും നടത്തും. ഏപ്രിൽ 2 ചൊവ്വാഴ്ച ഉത്സവ ബലിയും മാതൃക്കൽ ദർശനവും ഉണ്ടായിരിക്കും. ഏപ്രിൽ 4 ആറാട്ട്. താൻ ജീവിച്ച ചുറ്റുവട്ടം സ്വന്തം പേരിൽ അറിയപ്പെടുന്നതിന്റെ ചാരിതാർത്ഥ്യവുമായാണ് ചുങ്കാൽ പോൾസൻപടി സ്വദേശി പോൾസൻ ചൊവ്വാഴ്ച ഓർമ്മയായത്. നാട്ടുകാർ സ്നേഹപൂർവ്വം പോൾസേട്ടൻ എന്ന് വിളിച്ചിരുന്ന ചുങ്കാൽ പൊയ്യക്കാരൻ വീട്ടിൽ പോൾസൻ ഇരിങ്ങാലക്കുട വെള്ളിക്കുളങ്ങര റൂട്ടിൽ ദീർഘകാലം സ്വകാര്യ ബസ് കണ്ടക്ടറായിരുന്നു. കൊടകര കോടാലി റൂട്ടിലെ ചുങ്കാലിലുള്ള പോൾസന്റെ വീടിന് മുന്നിലെ ബസ് സ്റ്റോപ്പ് പോൾസൻ പടി എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഏതാണ്ട് 40 വർഷം മുമ്പാണ്. പിന്നീട് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പോൾസൻ പടി ബസ് സ്റ്റോപ്പ് എന്നെഴുതിയ കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ നിർമ്മിക്കപ്പെട്ടു. പോൾസൻ പടിക്കൽ ബസ് എത്തുമ്പോൾ യാത്രക്കാരോട് പോൾസൻ പടി പറഞ്ഞവർ ഇറങ്ങിക്കോളൂ എന്ന് പോൾസൻ നീട്ടി വിളിച്ചു പറയുന്നത് മറ്റു യാത്രക്കാർ കൗതുകത്തോടെയാണ് കേട്ടിരുന്നത്. 30 വർഷത്തോളം നീണ്ട കണ്ടക്ടർ ജോലി അവസാനിപ്പിച്ച് വിശ്രമജീവിതം നയിക്കുമ്പോഴും ഇതുവഴി കടന്നുപോകുന്ന ബസ്സിലെ കണ്ടക്ടർമാർ പോൾസൻ പടി എന്ന് പറയുന്നത് കൗതുകത്തോടെ കേട്ടിരിക്കാനും പോൾസന് ഭാഗ്യമുണ്ടായി. പോൾസൻ ഓർമ്മയായെങ്കിലും ചുങ്കാൽ പോൾസൻ പടിയും ഇവിടുത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉള്ളിടത്തോളം പോൾസനെ നാട്ടുകാർ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം 174 ബൂത്ത് കൺവെൻഷൻ നടത്തി. യോഗം DCC സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ, ബൂത്ത് ഇൻചാർജ് ബ്ലോക്ക് സെക്രട്ടറി ബെന്നി തൊണ്ടുങ്ങൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ സാദത്ത് ചെറിയടുത്തുപറമ്പിൽ, ബൂത്ത് പ്രസിഡന്റ് ശശി കാരണത്ത്, BLA ജോയ് മലയക്കുടിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പൊന്നൂക്കര മതിക്കുന്ന് GJB സ്കൂളിലെ പഠനോത്സവം പൊന്നൂക്കര സെന്ററിൽ നടത്തി. കുട്ടികളുടെ മികവാർന്ന പ്രവർത്തനങ്ങൾ സമൂഹ പങ്കാളിത്തത്തോടെ അവതരിപ്പിച്ചു. പാഠഭാഗത്തെ ആസ്പദമാക്കി സ്കിറ്റ്, കവിതാലാപനം, ദൃശ്യാവിഷ്കാരം എന്നിവ ഒരുക്കിയിരുന്നു. ഒല്ലൂക്കര BRC CRCC ജിൻസി, PTA പ്രസിഡന്റ് KP ജെയ്സൺ, പ്രധാനാധ്യാപിക സുനിമോൾ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ നിന്നും തൊഴിലാളി കുടുംബ സാന്ത്വന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള സമയപരിധി ഏപ്രിൽ 30 വരെ നീട്ടിയതായി വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723649000. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 6135 രൂപ, പവന് 49,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക വ്യാഴാഴ്ച മുതൽ സ്വീകരിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ഉം പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ 8-ഉമാണ്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ ചൂടുയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂരിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ചരിത്ര തീരുമാനത്തിലേക്ക് കലാമണ്ഡലം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. വെള്ളിക്കുളങ്ങര കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3 പേർക്കെതിരെ കാപ്പ ചുമത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.